ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 9th ക്ലാസ്സാണിത്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സർവീസ് ഡെലിവറി സെൻറ്റേഴ്സ് ഓഫ് ട്യൂബർക്കുലോസിസ് കൺട്രോൾ പ്രോഗ്രാമാണ്. സോ ഫസ്റ്റ് ഇവിടെ ഒരു പേജ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെയിനായിട്ട് സർവീസ് ഡെലിവറി സെൻറ്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചാർട്ടാണിത്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, അതിൻ്റെ താഴെ നമുക്കൊരു സെൻട്രൽ TB ഡിവിഷൻ കാണാം. സോ നമ്മുടെ ഈ TB യൂണിറ്റ് ആണെങ്കിലും ഡിസ്ട്രിക്ട് TB സെൻറ്ററും സ്റ്റേറ്റ് TB സെൻറ്ററും അതുപോലെ സെൻട്രൽ ആയിട്ടുള്ള TB സെൻറ്റർ എന്ന് വെച്ചാൽ നമ്മളെന്താ താഴെ മുതൽ ഡിസ്ട്രിക്ട് ലെവൽ മുതൽ സ്റ്റേറ്റ് ലെവൽ സെൻട്രൽ ലെവൽ, സോ ഇങ്ങനെ പോകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ഈ സർവീസ് ഡെലിവറീസ് കംപ്ലീറ്റും എന്തിൻ്റെ കീഴിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിലാണ് ഈ ഹെൽത്തിനെ ബന്ധപ്പെട്ടുള്ള ഈ ട്യൂബർക്കുലോസിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സകല കാര്യങ്ങളും നടക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിലാണ്. സോ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിൽ ആദ്യമുള്ളതാണ് എന്ത്? സെൻട്രൽ TB ഡിവിഷൻ. നാഷണൽ ലെവലിൽ സെൻട്രൽ TB ഡിവിഷൻ. സെൻട്രൽ TB ഡിവിഷൻ എന്താണെന്നും എന്താണ് അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഇനി പഠിക്കും നമ്മൾ. അപ്പോൾ ഇത് ജസ്റ്റ് എന്താണ് ചാർട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അപ്പം മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിൽ സെൻട്രൽ TB ഡിവിഷൻ വന്നു. ഈ സെൻട്രൽ TB ഡിവിഷൻ്റെ ഇതിൽ വരുന്നതാണ് നാഷണൽ കമ്മിറ്റീസും അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടും. സെൻട്രൽ TB ഡിവിഷൻസിൽ എന്തൊക്കെയുണ്ട്? നാഷണൽ കമ്മിറ്റീസും ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഉണ്ട്. ഇനി സെൻട്രൽ TB ഡിവിഷൻ കഴിഞ്ഞു, ഇനി വരുന്നതാണ് സ്റ്റേറ്റ് ലെവലിൽ TB സെല്ല് ഉണ്ടായിരിക്കണം. അപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ TBൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്താണ്? സ്റ്റേറ്റ് TB സെല്ലാണ്. ഇനി അതുപോലെ നെക്സ്റ്റ് വരുന്നത് എന്താ? ഡിസ്ട്രിക്റ്റിൽ നോക്കണം അല്ലേ? അപ്പം ഡിസ്ട്രിക്ട് TB സെൻറ്റേഴ്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഇതുവരെ എത്ര ഡിസ്ട്രിക്ട് TB സെൻറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ എണ്ണമാണ്. അതൊന്നും അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് വരുന്നത് TB യൂണിറ്റ് എന്ന് വെച്ചാൽ സബ് ഡിസ്ട്രിക്ട് ലെവലിലാണ് TB യൂണിറ്റ്സ് ഒക്കെ വരുന്നത്. നെക്സ്റ്റ് അതിന് താഴെ എന്തുണ്ട്? TB ഡയഗ്നോസ്റ്റിക് സെൻറ്റർ, അല്ലെങ്കിൽ എന്തെന്നൂടി അറിയപ്പെടുന്നുണ്ട് ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പി സെൻറ്റേഴ്സ് എന്നും കൂടി ഇവയെ അറിയപ്പെടുന്നുണ്ട്. ഇനി ഈ TB ഡയഗ്നോസ് ചെയ്യുന്നതാണ് ഈ സെൻറ്റേഴ്സിൽ. അതാണ് TB ഡയഗ്നോസ്റ്റിക് സെൻറ്റർ അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പി സെൻറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ സ്പെക്ട്രം മൈക്രോസ്കോപ്പി ഒക്കെ അല്ലേ ഇതൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താ? പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അതെന്ത് ചെയ്യുന്നുണ്ട്? അതിൽ രണ്ടായിട്ട് നമ്മൾ കൊടുക്കുന്ന സെയിം കാര്യമാണ്. ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സ് ഉണ്ട്. സോ അതിലാണ് പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. സോ ഇങ്ങനെയാണ് നാഷണൽ ലെവലിൽ അതുപോലെ സ്റ്റേറ്റ് ലെവലിൽ ഡിസ്ട്രിക്ട് ലെവൽ സബ് ഡിസ്ട്രിക്ട് ലെവൽ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ PHI ഇങ്ങനത്തെ ഇതാണ് നമ്മുടെ മെയിനായിട്ട് സർവീസ് ഡെലിവറി സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ട്യൂബർക്കുലോസിസ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ സർവീസ് ഡെലിവറി സെൻറ്റേഴ്സ്. ഇനി ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. എന്താണ് ഇവർ ചെയ്യുന്നത്, ഇവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഇതിൽ മെയിനായിട്ടുള്ള കീ പേഴ്സണാലിറ്റീസ് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്താണെന്ന് നോക്കാം. So, the Ministry of Health and Family Welfare plays a crucial role in the National Tuberculosis Program and is closely connected with the service delivery centers of the TB control program. The next, Ministry of Health and Family Welfare roles are first policy formulation, program implementation, resource allocation and monitoring and evaluation. So, ഇതാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ റോൾസ്. ട്യൂബർക്കുലോസിസിന്റെ എലിമിനേഷൻ പ്രോഗ്രാമിൽ വളരെയധികം ക്രൂഷ്യലായിട്ട് ഒരു റോൾ വഹിക്കുന്ന ഒരു മിനിസ്ട്രിയാണ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ TB കൺട്രോൾ പ്രോഗ്രാമിന്റെ സർവീസ് ഡെലിവറി സെന്റേഴ്സുമായിട്ടും വളരെയധികം കണക്ട് ആയിട്ട് നിൽക്കുന്ന ഒരു മിനിസ്ട്രിയാണ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഇനി ഇവരുടെ റോളിൽ പോളിസി ഫോർമുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ട്യൂബർക്കുലോസിന്റെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല പോളിസീസും ഫോർമുലേഷൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉണ്ടാക്കുന്നത് ആരാണ്? ഈ മിനിസ്ട്രിയാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം എന്ത് ചെയ്യണം? ഇംപ്ലിമെന്റ് ചെയ്യണം, ജനങ്ങളിൽ എത്തിക്കണം. അങ്ങനെ ഒരു ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്നതും ഇവരുടെ ഒരു മെയിൻ റോളാണ്. ദെൻ തേർഡ് വൺ റിസോഴ്സ് അലോക്കേഷൻ. സോ ഈ ഒരു പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുവാണെങ്കിൽ അതിലെന്തൊക്കെ ഉണ്ടാവും? അതിന് വേണ്ട റിസോഴ്സസ് ആവശ്യമാണ്. സോ ഈ റിസോഴ്സ് ഒക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതും ഇവരാണ്. ഇനി മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ. ഈ ഇംപ്ലിമെന്റ് ചെയ്ത പ്രോഗ്രാം റിസോഴ്സസ് ഒക്കെ കൊണ്ടുവന്ന ആ ഒരു പ്രോഗ്രാം നല്ല രീതിയിലാണോ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു മോണിറ്ററേഷനും അതുപോലെ തന്നെ ആ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ ഒരു ഇവാലുവേഷനും ഇവർ നടത്തുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന് ഈ സർവീസ് ഡെലിവറി നമ്മുടെ TBയുടെ സർവീസ് ഡെലിവറി സെൻറ്റേഴ്സുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണെന്ന് പറയുന്നത്. ഫസ്റ്റ് ഡിസ്ട്രിക്ട് ട്യൂബർക്കുലോസിസ് സെൻറ്റേഴ്സിന് ദ പ്രൊവൈഡ് ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു
DTCs, which serve as the primary service delivery centers for TB diagnosis and treatment. So MOHFW ഡിസ്ട്രിക്ട് ട്യൂബർക്കുലോസിസ് സെൻറ്റേഴ്സിൻ്റെ ഒരു ടെക്നിക്കൽ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് ട്യൂബർക്കുലോസിസ് സെൻറ്റേഴ്സുമായിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നതാണ്. ഇനി ട്യൂബർക്കുലോസിസ് യൂണിറ്റുമായിട്ടുള്ള കണക്ഷൻ എന്താണ്? വിച്ച് പ്രൊവൈഡ് TB diagnosis and treatment services at a sub-district level. സോ ട്യൂബർക്കുലോസിസ് യൂണിറ്റ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു TB ഡയഗ്നോസ് ചെയ്യാനും അതുപോലെ ട്രീറ്റ്മെന്റ് സർവീസസും ഒക്കെ സബ് ഡിസ്ട്രിക്ട് ലെവലിൽ കൊടുക്കുകയാണ് ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. Third, primary health centers. MOHFW strengthens PHCs which provide basic health services including TB diagnosis and treatment. So ഇവിടെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് സർവീസസും അതുപോലെ എന്തുണ്ട്? TB ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും അവർ കൊടുക്കുന്നുണ്ട്. ഇനി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിൽ സപ്പോർട്ട്സ് CHC which offer specialized health services including TB diagnosis and treatment. ഇവിടും എന്ത് ചെയ്യുന്നുണ്ട്? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് സർവീസസ് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട് TB ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ട്സും MOHFW കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഈ താഴേക്കുള്ള നാഷണലും സബ് ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റ് ലെവലിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ ഇത്രയാണ് നമുക്ക് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് സെൻട്രൽ TB ഡിവിഷൻ. Central TB Division is a division under the Ministry of Health and Family Welfare, Government of India. It is responsible for implementing and overseeing the National Tuberculosis Elimination Program across India. The Central TB Diagnostic and Clinical Care Center is a centralized facility that provides advanced TB diagnosis facilities, clinical care and management of patients. So, Central TB Division എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിൽ വരുന്നതാണ്. ആൻഡ് ഈ സെൻട്രൽ TB ഡിവിഷനാണ് നാഷണൽ ട്യൂബർക്കുലോസിസ് കൺട്രോൾ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഉടനീളം റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യുന്നത്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ TB ഡിവിഷനാണ്. ഈ സെൻട്രൽ TB ഡിവിഷൻ്റെ ഡയഗ്നോസ്റ്റിക് ആൻഡ് ക്ലിനിക്കൽ കെയർ സെൻറ്റേഴ്സ് ഉണ്ട്. സോ ഇവരെന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ്. ഫസ്റ്റ് അഡ്വാൻസ്ഡ് TB ഡയഗ്നോസിസ് ഫെസിലിറ്റീസ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള TB ഡയഗ്നോസിസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, ദെൻ ക്ലിനിക്കൽ കെയറും അതുപോലെ തന്നെ TB പേഷ്യൻസിൻ്റെ മാനേജ്മെൻറ്റ്, ദെൻ തേർഡ് ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസ് ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ്. അപ്പം ഹെൽത്ത് കെയർ വർക്കേഴ്സിനുള്ള ട്രെയിനിങ്ങും അതുപോലെ തന്നെ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ദി സെൻട്രൽ TB ഡിവിഷൻ is supported by 15 national committees and 6 national reference laboratories or institute. So ഇതിൽ നമ്മുടെ സെൻട്രൽ TB ഡിവിഷൻ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 15 നാഷണൽ കമ്മിറ്റീസും 6 നാഷണൽ റെഫറൻസ് ലബോറട്ടറീസും കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ നാഷണൽ റെഫറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും പറയാറുണ്ട്. സോ ഇതിന് 6 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഇവ 6 എണ്ണവും നന്നായി പഠിച്ചു വെക്കുക. ദെൻ 15 നാഷണൽ കമ്മിറ്റീസിൽ ചില കമ്മിറ്റീസും കൂടി പഠിച്ചു വെക്കാനുണ്ട്. സോ നമുക്ക് ആദ്യം ഇവിടെ റെഫറൻസ് ലബോറട്ടറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ National Institute of TB and Respiratory Diseases, NITRD, New Delhi. Second, Central Jalma Institute of Leprosy and Other Mycobacterial Diseases, that is in Agra. Then third, Regional Medical Research Center, Bhubaneswar. Bhopal Memorial Hospital and Research Center, Bhopal. Fifth, National Institute of Research in Tuberculosis, NIRT Chennai. And ഈ NIRT ചെന്നൈ എന്ന് പറയുന്നത് സുപ്ര നാഷണൽ റെഫറൻസ് ലബോറട്ടറി ഓഫ് WHO സുപ്ര നാഷണൽ റെഫറൻസ് ലബോറട്ടറി ആണ് ഇത് NIRT ചെന്നൈ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ഇൻ ട്യൂബർക്കുലോസിസ്. ദെൻ നാഷണൽ ട്യൂബർക്കുലോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂർ. സോ ഈ നാഷണൽ ട്യൂബർക്കുലോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. സോ അതെവിടെയാണ്? ബാംഗ്ലൂർ. സോ ഈ 6 എണ്ണവും നന്നായി പഠിച്ചു വെക്കുക. സോ നമ്മൾ പറഞ്ഞു 15 നാഷണൽ കമ്മിറ്റീസും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. സോ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണ്? അഡ്വൈസിങ് ഇറ്റ് ഓൺ വേരിയസ് ടെക്നിക്കൽ ഫ്രോൺസ്. ടെക്നിക്കലായിട്ടാണ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അതിലൊരെണ്ണമാണ് നാഷണൽ ടെക്നിക്കൽ വർക്കിംഗ് ഗ്രൂപ്പ്, NTWG. സോ ഇതൊന്ന് പഠിച്ചു വെക്കുക. 15 നാഷണൽ കമ്മിറ്റീസിലെ ഒരു കമ്മിറ്റിയാണ് നാഷണൽ ടെക്നിക്കൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇവരെന്താ ചെയ്യുന്നത്? ഡയഗ്നോസ് ചെയ്യാനുള്ള അഡ്വൈസസും അതുപോലെ പുതിയ ഡയഗ്നോസ്റ്റിക് ടെക്നോളജീസും ട്രീറ്റ്മെൻറ്റ് അഡ്വൈസസും പിന്നെ ന്യൂ ട്രീറ്റ്മെൻറ്റ് റെജിമെൻസും ഒക്കെ കൊണ്ടുവരുന്നതാണ് ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ മെയിനായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് നാഷണൽ ടെക്നിക്കൽ വർക്കിംഗ് ഗ്രൂപ്പ്. സിമിലർലി സോ അത് നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. CTD is supported by 15 different national committees for advising it on various technical fronts. Example, the National Technical Working Group for Diagnosis Advices on the adaptability of newer diagnostic technologies and treatment advices on the uptake of newer treatment regimens. Similarly, there are committees on various technical fronts including latent TB infection, comorbidities,
laboratory coordination, pediatric TB, gender issues, medical college involvement, operational research, private sector engagement, advocacy, communication and social mobilization, etc. 15 കമ്മിറ്റീസിൽ പെടുന്നത് ഓരോ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനെയൊക്കെ ടെക്നിക്കലി ഹെൽപ്പ് ചെയ്യുന്ന, ഇത്രയും അടുത്ത് ടെക്നിക്കലി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ 15 കമ്മിറ്റീസ് എന്ന് പറയുന്നത്. ഈ കമ്മിറ്റീസിനെ കുറിച്ച് പഠിക്കേണ്ട, പക്ഷേ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതൊക്കെയാണ്, റെഫറൻസ് ലബോറട്ടറീസ് ഉള്ളത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം മാത്രം പഠിച്ചു വെക്കുക. CTD ഒഫീഷ്യൽസ് ആൻഡ് ദർ റോൾസ്. ഈ CTD-യിൽ ഏതൊക്കെ ഓഫീസേഴ്സ് ആണുള്ളത്, അവരുടെ റോൾസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഫസ്റ്റ്, ദ അഡീഷണൽ സെക്രട്ടറി, ഡയറക്ടർ ജനറൽ, NTEP and NACO, and the Joint Secretary TB holds financial and administrative control of the program. So, Additional Secretary, Director General ആണ് എന്ത് ചെയ്തത്, ആൻഡ് ദ ജോയിന്റ് സെക്രട്ടറി ഓഫ് TBയും കൂടി ഉണ്ട്. ഫിനാൻഷ്യലും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസും ഒക്കെ നോക്കുന്നത് ഇവർ 3 പേരാണ്. ദെൻ ദ ഡെപ്യൂട്ടി ജനറൽ TB, DDG TB, is the head of CTD, leading technical implementation of the National TB Elimination Program nationwide. He or she is dedicated program officer and provides strategic leadership, overall supervision and direction to NTEP. So, Dr. Urvashi B. Singh is a Deputy Director General of Tuberculosis in India. പഠിച്ചു വെക്കുക, ഡോക്ടർ ഉർവശി ബി സിംഗ് ആണ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഓഫ് ട്യൂബർക്കുലോസിസ് ഇൻ ഇന്ത്യ. സോ DDG TB തന്നെയാണ് CTD-യുടെ ഹെഡും എന്ന് പറയുന്നത്. ടെക്നിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ, ഈ നാഷണൽ ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാമിൻ്റെ ടെക്നിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ ആണ്. അതുപോലെ ലീഡർഷിപ്പ്, ദെൻ ഓവറോൾ സൂപ്പർവിഷൻ, ഇതൊക്കെ നോക്കുന്നത് ആരാണ്, ഈ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഓഫ് TB ആണ്. ദെൻ അതുപോലെ തന്നെ അഡീഷണൽ സെക്രട്ടറിയും ഡയറക്ടർ ജനറലും ജോയിന്റ് സെക്രട്ടറി ഓഫ് TB ഇവയൊക്കെയാണ് ഫിനാൻഷ്യലും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളും ചെയ്യുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സ്റ്റേറ്റ് TB സെല്ലാണ്. ദ സ്റ്റേറ്റ് TB സെൽ ഈസ് ഓൾസോ നോൺ ആസ് എ സ്റ്റേറ്റ് ട്യൂബർക്കുലോസിസ് സെൽ. STBC ഈസ് എ സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷൻ റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെന്റിംഗ് ആൻഡ് ഓവർസീയിങ് ദ നാഷണൽ ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം വിത്തിൻ എ സ്പെസിഫിക് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. സോ സ്റ്റേറ്റ് ലെവലിൽ TBയുടെ കാര്യങ്ങൾ നോക്കുന്നതാണ് സ്റ്റേറ്റ് TB സെൽ എന്ന് പറയുന്നത്. ദെൻ ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, ടെക്നിക്കൽ അസിസ്റ്റൻസ്, റിസോഴ്സ് അലോക്കേഷൻ, മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ. സോ ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് വിത്തിൻ ദ സ്റ്റേറ്റ് ആണ് ഇവർ നോക്കുന്നത്. Then functions of the state TB cell. TB surveillance. STBC maintains a surveillance system to track TB cases, treatment outcomes and program performance. So ഇവരുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് TB സർവീലൻസ് ഉണ്ട്. ഇതിലെന്താ ചെയ്യുന്നത്, TB കേസസ് ട്രാക്ക് ചെയ്യുകയും ട്രീറ്റ്മെൻറ്റ് ഔട്ട്കംസ് നോക്കുകയും അതുപോലെ തന്നെ പ്രോഗ്രാം പെർഫോമൻസ് നോക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ്, TB ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ഇൻഷുർ TB ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് സർവീസസ് ആർ അവൈലബിൾ ആൻഡ് ആക്സസിബിൾ. സോ TBയുടെ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് എല്ലാവർക്കും കിട്ടുന്ന തരത്തിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യുന്നുണ്ട്. ദെൻ ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്. STBC പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് programs for healthcare workers and program managers. So healthcare workersനും പ്രോഗ്രാം മാനേജേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസും അതുപോലെ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. ദെൻ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്. STBC engages with communities, civil society organizations and private healthcare providers. സോ ഇതിൽ പറയുന്നത് എന്താണ്, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ആണ്. കമ്മ്യൂണിറ്റീസിനെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്നോസിസിന് അവരെയും കൂടി ഉൾപ്പെടുത്തുക. ദെൻ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനെ ഉൾപ്പെടുത്തുക. ദെൻ പ്രൈവറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഇതൊക്കെയാണ് സ്റ്റേറ്റ് TB സെല്ലിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഇനി അവരുടെ മെയിൻ ഓഫീസേഴ്സ് ആരൊക്കെയാണെന്ന് പറയുന്നത്. ഫസ്റ്റ് ഉള്ളത് സ്റ്റേറ്റ് TB ഓഫീസർ. ദ സ്റ്റേറ്റ് TB ഓഫീസർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓവർസീയിങ് ദ STBC. അപ്പോൾ എന്താ മെയിൻ അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ആരാണ്, സ്റ്റേറ്റ് TB ഓഫീസറാണ്. ദെൻ സെക്കൻഡ് വരുന്നത് ആരാണ്, ഡെപ്യൂട്ടി സ്റ്റേറ്റ് TB ഓഫീസർ ഉണ്ട്. ദെൻ ഡിസ്ട്രിക്ട് TB ഓഫീസേഴ്സ് വരുന്നുണ്ട്. സോ ഡെപ്യൂട്ടി സ്റ്റേറ്റ് TB ഓഫീസർ, ദ ഡെപ്യൂട്ടി സ്റ്റേറ്റ് TB ഓഫീസർ അസിസ്റ്റ് ദ സ്റ്റേറ്റ് TB ഓഫീസർ. അപ്പം സ്റ്റേറ്റ് TB ഓഫീസറിനെ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ് ഒരു ഡെപ്യൂട്ടി സ്റ്റേറ്റ് TB ഓഫീസർ. ഇനി നെക്സ്റ്റ് ഒരു ഡിസ്ട്രിക്ട് TB ഓഫീസർ വരുന്നുണ്ട്. ഈ ഡിസ്ട്രിക്ട് TB ഓഫീസേഴ്സ് ഇംപ്ലിമെന്റ് NTEP അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ. ഡിസ്ട്രിക്ട് ലെവലിലാണ് ഇവർ നോക്കുന്നത്. എന്നിരുന്നാലും സ്റ്റേറ്റ് TB ഓഫീസറിന്റെ കൺട്രോളിലായിരിക്കും ആരുണ്ടാവുക, ഡിസ്ട്രിക്ട് TB ഓഫീസേഴ്സ് ഉണ്ടാവുക. നമ്മൾ ഡിസ്ട്രിക്ട് TB സെന്റേഴ്സിനെ കുറിച്ച് നെക്സ്റ്റ് പറയുന്നുണ്ട്. അപ്പം അതിൽ ഏറ്റവും മേലുള്ള ആളാരാണ്, ഡിസ്ട്രിക്ട് TB ഓഫീസറാണ്. അപ്പം ഇവിടെ ഓർക്കേണ്ട എന്താണ്, ഡിസ്ട്രിക്ട് TB ഓഫീസർ വരുന്നത് സ്റ്റേറ്റ് TB ഓഫീസറിന്റെ കീഴിലാണ്.
ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് ദി സ്റ്റേറ്റ് ടി ബി ഓഫീസർ ഓഫ് കേരള ഈസ് ഡോക്ടർ രാജാറാം. സോ രാജാറാം ആണ് നമ്മുടെ കേരളത്തിലെ സ്റ്റേറ്റ് ടി ബി ഓഫീസർ. നന്നായിട്ട് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഡിസ്ട്രിക്ട് ടി ബി സെന്റേഴ്സ് ആണ്. ദേ ആർ പെരിഫറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് സെർവ് ആസ് എ പ്രൈമറി പോയിന്റ് ഓഫ് കോൺടാക്ട് ഫോർ ടി ബി ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ സർവീസസ് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ. സോ ഡിസ്ട്രിക്ട് ലെവലിൽ ടി ബിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ഈ ഡിസ്ട്രിക്ട് ടി ബി സെന്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ടി ബി ഡയഗ്നോസ് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക ആൻഡ് ടി ബി പ്രിവെന്റ് ചെയ്യുക എന്നീ 3 ലക്ഷ്യങ്ങളാണ് ഡിസ്ട്രിക്ട് ടി ബി സെന്റേഴ്സിന് ഉള്ളത്. സോ നമുക്കതിൽ അവരുടെ കീ ഫങ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ടി ബി ഡയഗ്നോസിസ് ആണ്. ടി ബി ഡയഗ്നോസിസിന്റെ കേസിൽ അവർ സ്പ്യൂട്ടം സ്മിയർ മൈക്രോസ്കോപ്പിയും ചെസ്റ്റ് എക്സ്റേയും മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റൊക്കെയാണ് ടി ബി ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ടി ബിയുടെ ട്രീറ്റ്മെന്റിൽ വരുന്ന സമയത്ത് ഡോട്ട്സ് കൊടുക്കുന്നുണ്ട്, കീമോതെറാപ്പി, പിന്നെ ടി ബി HIV കോൺഫെക്ഷൻ ഉള്ളവരുടെ മാനേജ്മെന്റും നോക്കുന്നുണ്ട്. ദെൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് പ്രിവെന്റീവ് മെഷേഴ്സും പിന്നെ കോൺടാക്ട് ട്രേസിങ്, ദെൻ കീമോഫൈലാരിസിസ് ആൻഡ് വാക്സിനേഷൻ, ഇതൊക്കെയാണ് അവർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ടി ബി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. Okay, so DTCs provide diagnostic services including sputum smear microscopy, chest X-ray and molecular diagnostic test. Then TB treatment. DTCs provide treatment services including directly observed treatment, short course chemotherapy and management of TB HIV co-infection. TB prevention. DTCs implement preventive measures such as contact tracing, കീമോപ്രൊഫൈലാരിസിസ് ആൻഡ് വാക്സിനേഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്ട്രിക്ട് ടി ബി സെന്റേഴ്സ് നോക്കുന്നത്. ഇവരുടെ ഫംഗ്ഷനിൽ 2 കൂടി നമുക്ക് ഉൾപ്പെടുത്താം. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മോണിറ്ററിങ് ഇവാലുവേഷനും കൂടി ചെയ്യുന്നുണ്ട്. സോ ഈ 2 പോയിന്റ്സും കൂടി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും. മറ്റ് നമ്മുടെ സെൻട്രൽ ടി ബി ഡിവിഷനും സ്റ്റേറ്റ് ടി ബി ഡിവിഷൻ ചെയ്യുന്ന പോലെ ഇവരും എന്ത് ചെയ്യുന്നുണ്ട്? ട്രെയിനിങ് കൊടുക്കുകയും മോണിറ്റർ ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട്. സോ ഇത് രണ്ടും നമുക്ക് എന്താ അവരുടെ ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. So, for the training and capacity building, DTCs conduct training and capacity building programs for healthcare workers, including doctors, nurses and laboratory technicians. So, capacity building ഉം ട്രെയിനിങ്ങും ആർക്ക് കൊടുക്കുന്നുണ്ട്? ഹെൽത്ത് കെയർ വർക്കേഴ്സിന്, ഡോക്ടേഴ്സ്, നഴ്സസും ലബോറട്ടറി ടെക്നീഷ്യൻസിനും അവർ കപ്പാസിറ്റി ബിൽഡിങ്ങും ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. ദെൻ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ. മോണിറ്റർ ആൻഡ് ഇവാലുവേറ്റ് TB control activities, including data collection, analysis and reporting. District TB Center typically have a team of healthcare professionals including. സോ അത് പറയുന്നത് മോണിറ്ററിംഗ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഡാറ്റാസ് കളക്ട് ചെയ്യുക, അതുപോലെ അനലൈസിസ്, റിപ്പോർട്ടിംഗ്, TB കൺട്രോൾ ആക്ടിവിറ്റീസ് ഒക്കെ നോക്കിയാണ് ഈ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷനിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് വെച്ചാൽ ഡിസ്ട്രിക്ട് ട്യൂബർക്ലോസിസ് സെന്റേഴ്സിൽ മെയിൻ പേഴ്സണാലിറ്റീസ് ആരൊക്കെയാണ് ഉള്ളതെന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഡിസ്ട്രിക്ട് TB ഓഫീസേഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു ഡിസ്ട്രിക്ട് TB സെന്റേഴ്സിൽ. സോ ഫസ്റ്റ് വരുന്ന ആളാരാണ്? ഡിസ്ട്രിക്ട് TB ഓഫീസറാണ്. നെക്സ്റ്റ് മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും, ദെൻ ഒരു ലബോറട്ടറി ടെക്നീഷ്യൻ ഉണ്ടാവും, നേഴ്സ് ആൻഡ് അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സും ഉണ്ടാവും. അപ്പം ഇത്രയും ആൾക്കാരാണ് ഡിസ്ട്രിക്ട് ട്യൂബർക്ലോസിസ് സെന്റേഴ്സിൽ ഉണ്ടാവുക. നെക്സ്റ്റ് നമ്മുടെ ചാർട്ടിൽ വരുന്നതാണ് ട്യൂബർക്ലോസിസ് യൂണിറ്റ്. സബ് ഡിസ്ട്രിക്ട് ലെവലിൽ ആണെങ്കിൽ ട്യൂബർക്ലോസിസ് യൂണിറ്റ് വർക്ക് ആവുന്നത്. സോ A TB unit is a basic structural and functional unit of revised National Tuberculosis Control Program in India. അപ്പം റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ TB യൂണിറ്റ് ആണ് എഴുതേണ്ടത്. ദെൻ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിംഗ് TB ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ സർവീസസ് ടു എ പോപ്പുലേഷൻ ഓഫ് 5 lakh to 1 million. സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെയും ഡയഗ്നോസിസും ട്രീറ്റ്മെന്റ് പ്രിവെൻഷൻ തന്നെയാണ് ഇവരുടെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഈ TB യൂണിറ്റ് ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ് TB യൂണിറ്റ് ഓഫീസർ, സീനിയർ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസർ, സീനിയർ TB ലബോറട്ടറി സൂപ്പർവൈസർ, TB ഹെൽത്ത് വിസിറ്റേഴ്സ്. അപ്പം ഇത്രയും ആൾക്കാരാണ് മെയിൻ ആയിട്ട് ഒരു TB യൂണിറ്റിൽ ഇൻക്ലൂഡ് ആവുന്നത്. ഫസ്റ്റ് ഒരു TB യൂണിറ്റ് ഓഫീസർ ഉണ്ടാവും, TU ഉണ്ടാവും. ദെൻ സീനിയർ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസർ STS ഉണ്ടാവും. ഇപ്പം നമ്മൾ പഠിക്കുന്ന ഈ ഒരു എക്സാം എഴുതുന്നത് ഈ STS പോസ്റ്റിലേക്ക് വേണ്ടിയാണ്, സീനിയർ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസർ പോസ്റ്റിലേക്കാണ് ഈ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ എക്സാം നമ്മൾ എഴുതുന്നത്. ദെൻ തേർഡ് വൺ ആരാളുള്ളത്? സീനിയർ TB ലബോറട്ടറി സൂപ്പർവൈസേഴ്സ് ഉണ്ട്. ദെൻ TB ഹെൽത്ത് വിസിറ്റേഴ്സും കൂടി ഉണ്ട്. ഇവിടെ ട്യൂബർക്ലോസിസ് യൂണിറ്റ്സിലാണ് ഈ 4 പേരും ഉള്ളത്. ദെൻ ഇവരുടെ മെയിൻ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് TB ഡയഗ്നോസിസും ട്രീറ്റ്മെന്റ്, ദെൻ ഡോട്ട്സ് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ്, ഷോർട്ട് കോഴ്സ് അത് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുക, പിന്നെ കോൺടാക്ട് ട്രേസിംഗ്, സ്ക്രീനിങ്, TB HIV കോർഡിനേഷൻ, ഡാറ്റ കളക്ഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്, ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ മുൻപ് പറഞ്ഞത് നമ്മുടെ ഡിസ്ട്രിക്ട്
ട്യൂബർക്ലോസിസ് സെന്റേഴ്സിൽ. അവിടെ ആ സെയിം ഫംഗ്ഷൻസ് തന്നെയാണ് ഇവിടെ നമ്മുടെ ട്യൂബർക്ലോസിസ് യൂണിറ്റിലും കൂടി വരുന്നത്. TB unit usually covers the population of 5 lakh to 1 million and has a defined geographical area such as a district, സബ്-ഡിസ്ട്രിക്ട് ഓർ ബ്ലോക്ക്. സോ ഒരു TB യൂണിറ്റ് എന്ന് പറയുന്നത് മാക്സിമം 1 മില്യൺ വരെയുള്ള പോപ്പുലേഷൻ കവർ ചെയ്യുന്നതാണ്. ആൻഡ് ഈ ട്യൂബർക്ലോസിസ് യൂണിറ്റിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റോ ഒരു സബ് ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ലെവൽ ഉണ്ടായിരിക്കും. സോ അതിൻ്റെ ഉള്ളിലാണ് ഈ TB യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ട്യൂബർക്ലോസിസ് യൂണിറ്റിനെ പറ്റി പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നെക്സ്റ്റ് നമ്മുടെ ചാർട്ടിൽ വരുന്ന ഏതാണ്? ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പി സെന്റേഴ്സ് ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ടെറിഷ്യറി ഒരു സെക്കൻഡറി ലെവൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പി സെന്റേഴ്സ് എന്ന് പറയുന്നത്. ബ്ലോക്ക് PHs ഓർ അതർ ഈക്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ TB യൂണിറ്റ് പറഞ്ഞു അല്ലേ, ഈ TB യൂണിറ്റിൻ്റെക്കാളും താഴെ TB യൂണിറ്റ് വരുന്നത് എങ്ങനെയാണ്? സബ് ഡിസ്ട്രിക്ട് ലെവലാണല്ലേ. അപ്പോൾ സബ് ഡിസ്ട്രിക്ട് ലെവലിനേക്കാളും ചെറിയത് എന്ന് വെച്ചാൽ PHC എന്ന് പറയുന്ന PHC ലെവലിൽ വരുന്നതാണ് എന്ത് ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പി സെന്റേഴ്സ് എന്ന് പറയുന്നത്. carries to population of 1 lakh, that is 1 ലക്ഷം പോപ്പുലേഷനുള്ള ഏരിയയിലാണ് നമ്മൾ ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പി സെന്റേഴ്സ് ഉള്ളത്. അതിൽ 0.5 ലാക്ക് ഇൻ ഹില്ലി, ട്രൈബൽ ആൻഡ് ഡിഫിക്കൽട്ടി ഏരിയാസിൽ ഉള്ളത് 0.5 ലാക്ക് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഒരു ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പി സെന്റേഴ്സ് ഉണ്ടാവുക. ദെൻ 60 to 100 ന്യൂ അഡൽട്ട് ഔട്ട് പേഷ്യന്റ് അറ്റൻഡൻസ് പെർ ഡേ. ദ ലബോറട്ടറി ടെക്നീഷ്യൻ മസ്റ്റ് ബി എക്സാമിനിങ് ആൻ ആവറേജ് ഓഫ് അറ്റ്ലീസ്റ്റ് 3 to 5 smears ആൻഡ് നോട്ട് മോർ ദാൻ 20 to 25 smears പെർ ഡേ. സോ അതിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഉണ്ടാവും. ആ ടെക്നീഷ്യൻ എന്ത് ചെയ്യണം? 3 മുതൽ 5 സ്മിയേഴ്സ് വരെ എന്ത് ചെയ്യണം? എക്സാമിൻ ചെയ്യണം. ആവറേജ് 3 to 5 സ്മിയേഴ്സ് ആൻഡ് എന്തിൽ കൂടുതലാവാൻ പാടില്ല? 20 മുതൽ 25 സ്മിയേഴ്സ് കൂടുതൽ അവർ ചെയ്യാൻ വേണ്ടി പാടില്ല. മൈക്രോസ്കോപ്പി സെന്റേഴ്സ് എന്ന് വെച്ചാൽ സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി ഒക്കെ ചെയ്യുന്ന സെന്ററാണ് ഇവിടെ പറയുന്നത്. Then TB diagnostic center or the designated microscopy center. അപ്പം രണ്ടും ഒന്ന് തന്നെയാണ്. TB diagnostic center എന്ന് വെച്ചാൽ ഡയഗ്നോസ് ചെയ്യുക. എന്തുകൊണ്ട് ഡയഗ്നോസ് ചെയ്യുക? മൈക്രോസ്കോപ്പി സെന്റേഴ്സിലാണ് ഇത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്, അത് നോക്കി വെക്കുക. So it is a laboratory based facility that provides TB diagnostic services, primarily sputum smear microscopy. അപ്പോൾ എന്താണ്? ഒരു ലബോറട്ടറി ബേസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റിയാണ് TB ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ആൻഡ് എന്താ പ്രൈമറിലി ഇവിടെ കൊടുക്കുന്നത്? മെയിൻ ആയിട്ട് എന്താണ്? സ്പ്യൂട്ടം സ്മിയർ മൈക്രോസ്കോപ്പിയാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. ഇനി ഇവരുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? സ്പ്യൂട്ടം സ്മിയർ മൈക്രോസ്കോപ്പി ഫോർ TB ഡയഗ്നോസിസ് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞത്. ദെൻ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ സ്പ്യൂട്ടം സാമ്പിൾ കളക്ട് ചെയ്യുക, അത് ട്രാൻസ്പോർട്ട് ചെയ്യുക. ദെൻ മെയിൻ്റെനൻസ് ഓഫ് ദ ലബോറട്ടറി എക്യുപ്മെന്റ് ആൻഡ് സപ്ലൈസ്, ലബോറട്ടറിയിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോളും അതുപോലെ ക്വാളിറ്റി അഷുറൻസും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ അതുപോലെ തന്നെ ഈ ടെസ്റ്റ് റിസൾട്ട്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇവരുടെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സൂപ്പർവിഷൻ എങ്ങനെയാണെന്നുള്ളൊരു ചെറിയൊരു ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ജസ്റ്റ് ഓർത്ത് വെക്കുക എങ്ങനെയാണ് സൂപ്പർവിഷൻ നാഷണൽ ലെവലിലും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ എങ്ങനെയാണ് സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇതിൽ ഫസ്റ്റ് വരുന്നത് ഇവിടെ NRL എന്ന് പറയുന്നത് നാഷണൽ റെഫറൻസ് ലബോറട്ടറി ആണ്. IRL എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് റെഫറൻസ് ലബോറട്ടറി. ദെൻ ഡിസ്ട്രിക്ട് സെന്റേഴ്സ്, ട്യൂബർക്ലോസിസ് യൂണിറ്റ് ആൻഡ് DMC ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പി സെന്റേഴ്സ് ആണ്. അതെല്ലാം ഓർത്ത് വെക്കുക. ഞാൻ NRL IRL എന്ന് മാത്രമേ ഇനി പറയുള്ളൂ. ദെൻ NRL നിന്ന് IRL വരുന്നത് സൂപ്പർവിഷന് വരുന്നത് എന്താണ്? വർഷത്തിലൊരിക്കലാണ് NRL ടീം വരിക. ഇനി IRL നിന്നിട്ട് ഒരു IRL ടീം ഡിസ്ട്രിക്ട് സെന്റേഴ്സിലേക്ക് സൂപ്പർവിഷൻ വരുന്നത് വർഷത്തിൽ ഒരിക്കലായിരിക്കും. ഇനി ഡിസ്ട്രിക്ട് സെന്റർ ട്യൂബർക്ലോസിസ് യൂണിറ്റിലേക്ക് മാസത്തിൽ ഒരിക്കലാണ് വന്ന് സൂപ്പർവൈസ് ചെയ്യുക. ദെൻ IRL ടീം എപ്പോഴാണ് വരിക? അവർ ആനുവൽ ഡിസ്ട്രിക്ട് വിസിറ്റ് എന്ന് വെച്ചാൽ വർഷത്തിൽ ഒരിക്കലായിരിക്കും ഈ ട്യൂബർക്ലോസിസ് യൂണിറ്റിലേക്ക് IRL ടീം വരിക. നെക്സ്റ്റ് ട്യൂബർക്ലോസിസ് യൂണിറ്റിൽ നിന്ന് DMCയിലേക്ക് പോകുന്നതാണ്. ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പി സെന്റേഴ്സിലേക്കുള്ള വിസിറ്റ് ആണ് പറയുന്നത്. STLS എന്താ ചെയ്യുന്നത്? അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി മന്ത്, എല്ലാ മാസത്തിൽ ഒരിക്കൽ എന്ത് ചെയ്യണം? STLS DMC വിസിറ്റ് ചെയ്യണം. ദെൻ DTO എന്ന് വെച്ചാൽ ഡിസ്ട്രിക്ട് ട്യൂബർക്ലോസിസ് ഓഫീസറും അതുപോലെ തന്നെ MOTC എന്ത് ചെയ്യണം? വൺസ് എ ക്വാർട്ടർ എന്ന് വെച്ചാൽ 3 മാസത്തിൽ ഒരിക്കലെങ്കിലും അവർ DMC വിസിറ്റ് ചെയ്യണം. ഇനി IRL ടീം ഇന്റർമീഡിയറ്റ് റെഫറൻസ് ലബോറട്ടറി എന്നുള്ള ടീം എന്ത് ചെയ്യണം? ആനുവൽ ഡിസ്ട്രിക്ട് വിസിറ്റ് എന്ന് വെച്ചാൽ വർഷത്തിൽ ഒരിക്കലാണ് അവർ എന്ത് ചെയ്യേണ്ടത്? DMC വിസിറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇതാണ് അവരുടെ സൂപ്പർവിഷൻ ചാർട്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എത്ര വർഷത്തിലൊരിക്കലാണോ അല്ലെങ്കിൽ ആരാണ് മാസത്തിൽ 3 മാസത്തിലൊരിക്കൽ ഏത് ടീമാണ് വിസിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക.
സോ നമ്മൾ ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പി സെന്റേഴ്സ് പഠിച്ചു. ഇനി നെക്സ്റ്റ് വരുന്ന ഏതാണ്? പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വരുന്നത്. PHI എന്നാണ് പറയുന്നത്. സോ നമുക്ക് നോക്കാം. അണ്ടർ ദ നാഷണൽ ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം, എ പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് എ ഹെൽത്ത് ഫെസിലിറ്റി ദാറ്റ് ഈസ് മാൻഡ് ബൈ അറ്റ്ലീസ്റ്റ് എ മെഡിക്കൽ ഓഫീസർ വെയർ ഡയഗ്നോസിസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ട്യൂബർക്കുലോസിസ് ആർ ഡൺ. സോ ഇവിടെ എന്താ ചെയ്യുന്നത്? ട്യൂബർക്കുലോസിസിന്റെ ഡയഗ്നോസിസും മാനേജ്മെന്റും ആണ് ഇവിടെ ചെയ്യുന്നത്. ആൻഡ് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഓഫീസർ എന്ന് പറയുന്നത് ആരാണ്? മെഡിക്കൽ ഓഫീസറാണ്. അറ്റ്ലീസ്റ്റ് മെഡിക്കൽ ഓഫീസറാണ് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ദെൻ അറ്റ്ലീസ്റ്റ് ലെവൽ ദർ ആർ ഡിസ്പെൻസറീസ്. സോ ഇതിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പെടുക എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഫസ്റ്റ് എന്താണ്? ഡിസ്പെൻസറീസ്, പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, റെഫറൽ ഹോസ്പിറ്റൽസ്, മേജർ ഹോസ്പിറ്റൽസ്, സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് ഓർ ഹോസ്പിറ്റൽസ് ഇൻക്ലൂഡിംഗ് പ്രൈവറ്റ് ഹെൽത്ത് ഫെസിലിറ്റീസ്, TB ഹോസ്പിറ്റൽ, ആൻറ്റി റിട്രോവൈറൽ ട്രീറ്റ്മെന്റ് സെന്റേഴ്സ് ആൻഡ് മെഡിക്കൽ കോളേജസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നത് എവിടെയാണ്? പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. Next, all health facilities in the private and non-government organization sectors participating in NTEP are also considered PHIs. Some of these PHI also function as TB detection center. So ചിലത് എന്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? TB detection centers ആയിട്ട് ചില PHI വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൽ ഗവൺമെന്റ്, നോൺ ഗവൺമെന്റ്, പ്രൈവറ്റ് സെക്ടേഴ്സ് എല്ലാം തന്നെ ഈ ഒരു NTPയുടെ PHIയിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. NTPയുടെ സൈറ്റിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ചിലപ്പം ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരാനും ചാൻസ് ഉണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ PHI എന്ന് കൊടുത്തിരിക്കുന്നത്? പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാത്തത് ഏത്? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ, പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ദെൻ ട്യൂബർക്കുലോസിസ് യൂണിറ്റ്, ദെൻ മെഡിക്കൽ കോളേജ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. നമ്മളിപ്പോൾ പഠിച്ചോളൂ അല്ലേ? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ അതൊരു പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. അതവിടെ വരുന്നത് PHIയുടെ കീഴിലാണ് വരുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററും ഏതിലാണ് വരുന്നത്? PHIയുടെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. ഇതിലേതാണ് കറക്റ്റ്? വിച്ച് ഫോളോയിങ് ഈസ് നോട്ട് എ PHI എന്ന് ഏതാ ഇല്ലാത്തത്? ട്യൂബർക്കുലോസിസ് യൂണിറ്റ് ആണ്. ബിക്കോസ് അതെന്താണ്? ഒരു സബ് ഡിസ്ട്രിക്ട് ലെവലിൽ NTPയുടെ മാനേജറിംഗ് യൂണിറ്റ് ആണ് എന്ത്? ട്യൂബർക്കുലോസിസ് യൂണിറ്റ് എന്ന് പറയുന്നത്, TB യൂണിറ്റ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ആണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ. അപ്പം നമ്മുടെ ചാർട്ടിൽ ലാസ്റ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഈ PHI, ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്. ശരിക്കും പറഞ്ഞാൽ PHIയും അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും രണ്ടും പ്രത്യേകിച്ച് ഒരു ഡിഫറൻസ് ഒന്നുമില്ല. ഇത് രണ്ടും സെയിം ഗ്രൂപ്പിൽ തന്നെ പെടുന്നതാണ്. സോ എങ്കിൽ നമ്മുടെ ചാർട്ടിൽ NTPയുടെ ചാർട്ടാണത്. സോ അതിൽ അവർ അങ്ങനെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് എന്താണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്നതും കൂടി പഠിക്കാം. ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ ഫെസിലിറ്റി ദാറ്റ് പ്രൊവൈഡ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ഹെൽത്ത് സർവീസസ് ടു ഇൻഡിവിജ്വൽസ്, ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. ഓക്കെ, അപ്പോൾ എന്താ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന് പറയുന്നത്? ഒരു പ്രൈമറി ആയിട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹെൽത്ത് സർവീസിന് പറയുന്നതാണ് എന്ത്? ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന് പറയുന്നത്. ഇവിടെ ഹെൽത്ത് സർവീസ് എവിടേക്കാണ്? ഇൻഡിവിജ്വൽസ്, ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എന്ത്? ഹെൽത്ത് സർവീസസ്. ദെൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് ഓൾസോ പ്ലേസ് ക്രൂഷ്യൽ റോൾ ഇൻ TB കൺട്രോളിംഗ് ബൈ പ്രൊവൈഡിംഗ് കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ സർവീസസ് ഇൻക്ലൂഡിംഗ് TB ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ. സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും ഈ TB കൺട്രോൾ ചെയ്യാനുള്ളതിന് വളരെയധികം ഒരു ഹെൽപ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? TB ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനും കൊണ്ടുള്ള ഒരു സപ്പോർട്ട് ഇവർ നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ PHIയും ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന് വലിയ ഡിഫറൻസ് ഒന്നുമില്ല, സെയിം തന്നെയാണ് ഇവിടെ വരുന്ന കാര്യങ്ങളൊക്കെ. അവർ എന്താ ഡയറക്റ്റ് ആയിട്ട് ഇൻഡിവിജ്വൽസ്, ഫാമിലീസ് അവർക്കൊക്കെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? TBക്ക് വേണ്ട കാര്യങ്ങളും കൂടി ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സർവീസ് ഡെലിവറി സെന്റേഴ്സ് ഓഫ് TB കൺട്രോൾ പ്രോഗ്രാമിൽ വരുന്നത്. സോ ഈ ഒരു ടോപ്പിക്ക് എക്സ്ട്രാ റെഫറിംഗ് ആയിട്ട് നമുക്ക് അധികമൊന്നും പഠിക്കാനില്ല, കാരണം ഇതൊരു ജനറൽ ടോപ്പിക് അല്ല. ഇത് TBയുടെ കുറിച്ചിട്ടുള്ള TBയുടെ സർവീസ് ഡെലിവറി സെന്റേഴ്സ് ആണ് നമ്മുടെ ടോപ്പിക്ക്. ഇതിന് നമുക്ക് സോഴ്സ് കിട്ടുന്നത് NTPയുടെ സൈറ്റിൽ മാത്രമാണ്. ആ നോട്ട്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മറ്റെന്തെങ്കിലും റെഫർ മെറ്റീരിയൽസ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കാം. താങ്ക്